ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു സ്ഥലം വരെ പോവുകയാണ്, ഉത്സവമുണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്യാൻ വലിയ താല്പര്യം തോന്നാത്തതുകൊണ്ട് ഐലൈനർ ലിപ്സ്റ്റിക് മാത്രം വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. എവിടേക്കാ പോകുന്നത് എന്ന് എപ്പോഴും പറയുന്ന പോലെ ഇന്ന് ഞാൻ പറയൂല, നിങ്ങൾ പറയണം. ആദ്യം മുടി ഇങ്ങനെയായിരുന്നു കെട്ടിയത്, പിന്നെ നല്ലോണം നനഞ്ഞതുകൊണ്ട് അങ്ങനെ കെട്ടണ്ടെന്ന് കരുതി. ഇടയ്ക്കൊക്കെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് തരണ്ടേ? ഇന്ന് എവിടെയാ പോകുന്നതെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഞാൻ ക്ലൂ തരും. നേരത്തെ ഉള്ള ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല, മുടി നനഞ്ഞതായതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങ് കെട്ടി വെക്കാന്ന് കരുതി. ഇനി ക്ലൂവിലേക്ക് കടക്കാം. കണ്ണൂരുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം. ഇവിടെ ഉത്സവം നടക്കുന്നത് ഡിസംബർ 2 മുതൽ 5 വരെയാണ്. ക്ലൂ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. കമ്മലിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കമ്മലെടുക്കാൻ പോയപ്പോൾ ആദ്യം കയ്യിൽ കിട്ടിയത് വളയാണ്. വള വെച്ച് പ്രഹസനം കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 1-2 താഴെ പോയി. പൊതുവേ എനിക്ക് ബാംഗിൾസ് അത്ര ഇഷ്ടമല്ല, പിന്നെ ഞാൻ കണ്ട സ്ഥിതിക്ക് എടുത്തങ്ങ് ഇടാന്ന് കരുതി. ഇത് ഇടുന്നതിനൊരു സെറ്റൊക്കെ ഉണ്ട്. എനിക്ക് ആ സെറ്റൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നിയ പോലത്തെ ഒരു സെറ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ബാംഗിൾസ് ഇടുന്നത് കണ്ടിട്ട് ഒരാൾ എത്തി നോക്കുന്നത് കണ്ടോ? ഇതെന്താ പതിവില്ലാത്ത ഓരോരോ കാര്യങ്ങൾ എന്നുള്ള രീതിക്കാണ് ആ നോട്ടം. ഇടയ്ക്ക് അവൻ എന്തോ കാര്യമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഒരു പൊട്ട് വെച്ചു കൊടുക്കാന്ന് കരുതി. ഡ്രസ്സിൽ ഏതൊക്കെ കളർ ഉണ്ട് നോക്കി അതിലൊരു കളർ എടുത്ത് ഞാൻ പൊട്ട് വെച്ചു കൊടുത്തു. ഈ ബാംഗിൾസ് ഒക്കെ എടുത്തിട്ടിട്ട് എനിക്ക് എന്തൊക്കെയോ പോലെ, ഇത് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ അവസാനം കരുതി കുഴപ്പമില്ല, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇട്ടേക്കാം. അതിൻ്റെ പുറത്തൊരു കമ്മലും കൂടി എടുത്തിട്ടപ്പോൾ എല്ലാം കൂടിയായിട്ട് ഭയങ്കര ഓവറായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അത് അഴിച്ചു വെച്ചു. രണ്ടുപേരും റെഡിയായി വന്നിട്ട് മിററിന്റെ മുന്നിൽ നിന്ന് കള്ള കണ്ണിട്ട് ഇങ്ങനെ നോക്കുന്നു. എന്തോ തരികിട. അപ്പോൾ പോയിട്ട് വരാം. ഗസ് ചെയ്യാൻ മറക്കണ്ട.